പപ്സ് ആട്ടോ ഇത്. PPS പപ്സ്. ജൂതിനാ മിന്റ് ലൈം എന്നല്ല പറഞ്ഞേ. 1.5 മാർക്കോട് കൂടി പിന്നെ ലോൺ എടുക്കേണ്ടി വരും ഞാനിപ്പോ അതൊക്കെ വാങ്ങാൻ. അപ്പൊ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ എന്താന്ന് വെച്ചാൽ ഫുഡ് റൈറ്റിംഗ് ചാലഞ്ച്. നമ്മൾ ഇവരോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇവരുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് ഏതാന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിട്ട് എഴുതിയാല് ആ പറയുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ ഞാൻ വാങ്ങി തരും ഇന്ന്. ഓക്കെ, എല്ലാ സാധനങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതുവോ? അപ്പൊ ചലഞ്ചിലേക്ക് പോകല്ലേ മറിയ? പോകല്ലേ? ഓക്കെ അല്ലേ? റെഡി 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 പോരട്ടെ? റെഡി റെഡി. ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈസ് ഏത് കളറാ? ചോപ്പ് ലൈസ്. ഐശുനോ? ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. ഇഷ്ടപ്പെട്ട ഫുഡില്ലേ, അതായത് മന്തി, ബിരിയാണി, റൈസ് ഐറ്റം വരുന്ന മന്തി, ബിരിയാണി, നെയ്ച്ചോറ്, വെറുംചോറ്, മഞ്ഞച്ചോറ്, അതിൽ എനിക്ക് ഏറ്റവും ഐശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈസ് ഏതാ? ചിക്കൻ ബിരിയാണി. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞ മന്തി, ബിരിയാണി അങ്ങനത്തെ. സദാ ചോറ്, നെയ്ച്ചോറ്, അതിലേതാ ഇഷ്ടം? മന്തി. ഓക്കെ, മന്തി. ഇനി അടുത്ത ക്വസ്റ്റ്യനെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക്സ് കൊക്കക്കോള, പെപ്സി, 7up അങ്ങനെ? എനിക്കോ 7up. മഞ്ഞ കളറിലെ മനസ്സിലായി, മൗണ്ടൻ ഡ്യൂ. ഇനി പെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി നിങ്ങൾക്ക് നമ്മൾ വൈകുന്നേരം ചായക്ക് കടിക്കുന്ന കടികൾ ഏതാണ്? പഴംപൊരി, പഫ്സ്. നിങ്ങൾക്ക് ബർഗറും പിസ്സ ആയിട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടം? രണ്ടിലും? രണ്ടൊക്കെ പിസ്സ. നിങ്ങളെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണ്? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണേ. അൽഫാം, ബ്രോസ്റ്റിൽ ഏതാണ് നിങ്ങൾക്ക് രണ്ടൊക്കെ ഇഷ്ടം? രണ്ടൊക്കെ ബ്രോസ്റ്റഡ് ഇഷ്ടം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഫ്ലേവർ ഏതാണെന്ന്? പിസ്ത. മറിയക്കോ? സ്ട്രോബെറി, വാനില, ബട്ടർ സ്കോച്ച്, മാംഗോ ആ? ഓക്കെ, ഇനി ജ്യൂസിൽ ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ് ഏതാണ്? മാംഗോ ജ്യൂസോ? ഐശുവിനോ? അവക്കാഡോ, ബട്ടറാണോ? ലൈമ്, മിന്റ് ലൈം എനിക്ക് ഇഷ്ടം. ഇനിയില്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോബാസ് ഇല്ലേ, അതിന്റെ കളർ ഏത് കളർ സോബാസ്? പച്ച. അപ്പൊ ഇതോടുകൂടി നമ്മളെ ചോദ്യം ഇവിടെ കഴിഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ സാധനമൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ നമ്മളെ ഗെയിം എന്താന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ ആൻസറുള്ള സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങി തരൂ. പക്ഷെ എന്താണെന്നറിയാം കണ്ടീഷന്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസറുകളില്ലേ അതെല്ലാം നിങ്ങൾ എഴുതി തരണം. കറക്റ്റ് വരയ്ക്കാൻ പറ്റില്ല, എഴുതി തരാ. എനിക്ക് ബ്രോസ്റ്റ് ഇഷ്ടം പറഞ്ഞില്ലേ, ബ്രോസ്റ്റ് എന്ന് എഴുതുക. കറക്റ്റ് ആയിട്ട് എഴുതുന്നത് എന്തൊക്കെയാണ് കറക്റ്റ് എഴുതുന്നത് ആ സാധനം എല്ലാം നോക്കുന്നു വാങ്ങി തരും. ആദ്യം ചോദിച്ചത് ഇഷ്ടപ്പെട്ട ലൈസിന്റെ കളർ ഏതാണെന്ന്. അപ്പൊ ഐശു പറഞ്ഞേ മറിയക്ക് ബ്ലാക്ക് അല്ലേ? ഓക്കെ, എഴുതിക്കോ. ബ്ലാക്ക് എഴുതിയാ മതി. ഐശു നീലാന്നോ അല്ലെ ബ്ലൂന്നോ എഴുതിയാ മതി. എന്നാ മലയാളത്തിൽ എനിക്ക് നല്ലോണം മലയാളത്തിൽ ഇനി ഇംഗ്ലീഷൊക്കെ ആക്കണം. ഓളതാ മലയാളത്തിൽ അത്ര സിമ്പിൾ ആയിട്ട് നീല അതന്നെ. ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് എഴുതിയില്ലേ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണല്ലേ? റൈസ് ചോദിച്ചില്ലനോ? എനിക്ക് ചിക്കൻ ബിരിയാണി അല്ലേ ഇഷ്ടോ? എനിക്ക് മന്തി അല്ലേ ഇഷ്ടോ? ഇനി ചിക്കൻ ബിരിയാണി എഴുതിക്കോ. അല്ല, ബിരിയാണി മാത്രം എഴുതിയാ മതി. ഇനി മന്തി എന്ന് എഴുതിക്കോ. ഇനി മന്തി എഴുതിയോ?
ഡി മൻ ബി ബി മ- മണി ബി 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 ഇപ്പോൾ ഭീമ മ- എന്നാ ഈ മന്തി ആക്കിക്കോ തൽക്കാലം. ഈ വേണോ അവിടെ മന്തി അടുത്ത സൗണ്ട് നമുക്ക് മൺ കഴിഞ്ഞ ആണോ എനിക്ക് ഇഷ്ടമല്ല എനിക്കോ തെച്ചാ കുഴപ്പമുണ്ടോ ഇല്ലേ കൊറ്റ കുഴപ്പമില്ല സാധനമായി തരില്ലാന്നേ ഉള്ളൂ. സാധനമായി തരൂല്ലേ മന്തി എനിക്ക് കൂടുതൽ മന്തി ഹിന്ദി ഏതാ സൗണ്ട് വരുന്നത്? മൻ കഴിഞ്ഞ് മന്തി എത്ര വേണ്ടി അതിന്റെ അപ്പുറത്ത് എഴുതിക്കോ. ഒരു മന്തിയാണേ ഒന്ന് എഴുതിക്കോ, രണ്ട് മന്തിയാണേ രണ്ട് എഴുതിക്കോ. എനിക്ക് 7up, എനിക്ക് മൗണ്ടൻ ഡ്യൂ അല്ലേ, മൗണ്ടൻ ഡ്യൂ എഴുതിക്കോ. എനിക്ക് സിമ്പിൾ അല്ല എഴുതിയ പോരാനു. ആദ്യേ ഇവിടെ വെച്ച് എഴുതി കാണില്ല. ഇതിന്റെ മോൾ വെച്ച് ആ അതന്നെ ചന്ദ്രക്കലയും കൂടി ഒരു കുറവേ ഉള്ളൂ. ഇനി കറക്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി എന്റെ ഇനിയുടെ എഴുതിയേ ആ മൗണ്ടൻ. ഇനി മൗണ്ടൻ ഡ്യൂ കൂടി എഴുത്. മന്തിക്ക് കറക്റ്റ് ആണ്. മൗണ്ടൻ ഡ്യൂ, മൗണ്ടൻ ഡ്യൂ ആക്ക്. മൗണ്ടൻ ഡ്യൂ 7up അല്ലേ ഐഷു? സനപ്പ് കറക്റ്റ് ആയിക്കണേ. ഇനി അടുത്തത് ഞാൻ സ്ഥലോ മന്തി മാത്രമേ ശരിയാത്തുള്ളൂ, ബാക്കിയൊക്കെ ശരിയാ. മൗണ്ടൻ ആ മൗണ്ടൻ ഡ്യൂ ഡി യു മൗണ്ടൻ ഡ്യൂ കറക്റ്റ്. മൗണ്ടൻ ഡ്യൂ കറക്റ്റ്. മൗണ്ടൻ ഡ്യൂ കറക്റ്റ്. ഇനി വൈകുന്നേരം തിന്നാൻ ഇഷ്ടമുള്ള സാധനം പറഞ്ഞില്ലേ? പപ്സ് രണ്ടാൾക്കൂ. ആ എന്നാ ഉള്ളിവട. എനിക്ക് പപ്സ്. ഐഷു ഉള്ളിവട എഴുതിക്കോ. ആ എഴുതിയോ? ഐഷു പപ്സ് എഴുതി. ഐഷു പപ്സ് എഴുതി. പപ്സ് എഴുതി. ഐഷു പപ്സ് എഴുതി. ആ ഒളിഞ്ഞു കാണിച്ചു കൊടുക്കല്ലേ, ഓള് പിന്നെ തെറ്റിക്കൂ. ആ ആ പപ്സ്. ആ രണ്ട് പപ്സ്. പപ്സ് ആ ആ പപ്സ്. ഓക്കെ, അങ്ങനെ മറിയ പപ്സും കറക്റ്റ് ആക്കി എഴുതിക്കണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാളും റെഡി അല്ലേ? റെഡി. ഇനി അടുത്തത് ബർഗർ ആണോ പിസ്സ ആണോ വേണ്ടി ചോദിച്ചാൽ രണ്ടാൾ പിസ്സ അറിഞ്ഞില്ലേ? ഇനി പിസ്സ എഴുതിക്കോ. പിസ്സ ആ പിസ്സ. ഓക്കെ ഐശ്വര്യ എഴുതി. ആ പിസ്സ. ആ പിസ്സ. ഇനി ഇംഗ്ലീഷ് അല്ലേ? ഓളെ മലയാളത്തിലെഴുതി. ഇനി ഇംഗ്ലീഷിലായിരിക്കോ? പിസ്സ കറക്റ്റ്. പിസ്സ 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 മറ്റേ പിസ്സ കറക്റ്റ്. പിസ്സ എഴുതിയണേ. സൂപ്പർ. അടുത്ത ദിവസത്തിലേക്ക് പോവാ. ഇതിപ്പോ എല്ലാവർക്കും വാങ്ങി കൊടുക്കേണ്ടി വരില്ല പഠിച്ചോനെ. എന്തൊക്കെ ചെയ്യാ? ലോൺ എടുക്കേണ്ടി വരും ഞാനിപ്പോ ഇതൊക്കെ വാങ്ങാന്. എല്ലാം ഇങ്ങനെ റെഡി ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിസ്സ വേണ്ട. ഇനി പിസ്സ എഴുതി. ഓള് കറക്റ്റ് എഴുതിയിട്ടില്ല. ഓള് മാറ്റില്ല. ഇനി
കറക്റ്റ് ആയിട്ട് എഴുതിയതാ. മരം ഇനി എന്റെ നോക്കിയാ മതി, ഓൾ മാറ്റൂല. ഇല്ലല്ല, ആ അതന്നെ, ഓള് കറക്റ്റ് എഴുതിയതാ. ഇനി മാറ്റല്ലേ? ആ പിസ്സ. ഓള് ഇങ്ങനെ കറക്റ്റ് എഴുതിയതാ. അതന്നെ, രണ്ടും പറയാ. എടി രണ്ടും പറയടി. ഇനി അടുത്ത പറയട്ടെ. ആ ചോക്ലേറ്റ്, എനിക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടല്ലോ. ചോക്ലേറ്റ് ഏതാ വണ്ടി ചോദിച്ചില്ലേനോ? ഡയറി മിൽക്ക് പറഞ്ഞില്ലേ? എനിക്ക് ഹാർട്ട് ലവ് ഉള്ളേ. അപ്പൊ ലവ് ഡയറി മിൽക്ക് എഴുതിക്കോ ഇനി. ആ പിസ്സ ഫുള്ള് വാങ്ങി തരാം. അപ്പൊ അവിടെ വേണേ ഫുള്ള് എഴുതിക്കോ. പിസ്സ ഫുള്ളാ വേണ്ടിയേ? ലവ് ലവ് ചോക്ലേറ്റ് അല്ലേ? ആ ഫുള്ള ഇത് ഹാർട്ട് ഇട്ട് എനിക്ക് ഹാർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഇരിക്കോ? ആ അതന്നെ ഹാർട്ട്. ലവ് ചക്കിലച്ചം. ആ പിന്നെ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ എല്ലാ സാധനമായി തരും. അത് കറക്റ്റാ. ആ ഓക്കെ. ആ ഹാർട്ട് ചോക്ലേറ്റ് കറക്റ്റ്. രണ്ടാളും ഹാർട്ട് ചോക്ലേറ്റ് കറക്റ്റ് അല്ലേ? ഓള് കറക്റ്റ് അല്ല, എന്റെ കറക്റ്റാ. നിങ്ങൾക്ക് ബ്രോസ്റ്റ് ആണോ അൽഫാം ആണോ ചോദിച്ചു? ബ്രോസ്റ്റ് പറഞ്ഞില്ലേ? ആ എന്നാ ബ്രോസ്റ്റ് എഴുതിക്കോ. ആ സാല ഈ സൈഡ് കൂടെ എഴുതിക്കോ. ആടെ എഴുതിക്കോ. നോക്കട്ടെ, അങ്ങനെ ബ്രോസ്റ്റഡ് കാണിക്കി. ആ അത് മറ്റേ രീതി പൊത്തി പിടിച്ചോളാം. ഇതൊക്കെ ഓൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതൊക്കെ ഓൾ ആദ്യം ട്രൈ ചെയ്താ. ബ്രോസ്റ്റഡ് കറക്റ്റ് ഇട്ടോ. അതിനെ കൊണ്ട് എനിക്ക് എന്തായിട്ട് ബ്രോസ്റ്റ് വാങ്ങി തരൂ. ഇനി മല ഇത് എനിക്ക് ബ്രോസ്റ്റ് ഇല്ല. ഇനി ട്രൈ ചെയ്യ. ഇപ്പൊ തന്നെ. അടുത്ത ക്വസ്റ്റ്യന്, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായിട്ടുള്ള ഐസ്ക്രീമിന്റെ ഫ്ലേവർ അറിഞ്ഞില്ലേ? ഒരാൾ മാംഗോയും ഒരാൾ പിസ്തയും. ഐഷു പിസ്ത കറക്റ്റ് ആക്കി എഴുതിയാണ്. മാംഗോ ഗോ കം എന്നൊക്കെ പറയുന്നത് ഏതാ സ്പെല്ലിങ്? ഗോ മാംഗോ. ആ മാംഗോ കറക്റ്റ്. ഇതൊക്കെ അങ്ങനെ പഠിച്ചേ? ക്ലാസ്സിൽ ഇങ്ങനെ ടോപ്പർ ഫുൾ മാർക്ക് എനിക്കാ? എൻ്റെ മോളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഇനി പറഞ്ഞ മിന്റ് ലൈം. ഇനി പറഞ്ഞ മാംഗോ ആ. എന്നാ സ്ട്രോബെറി ഇരിക്കോ. ജ്യൂസിനാ മിന്റ് ലൈം എന്നല്ലേ പറഞ്ഞേ? ഏട്ടാ ഞാൻ പോണേ. ഏതാ വെട്ടിയേ? ആ അത് വെട്ടി. മാംഗോ ജ്യൂസ്. ഇത് മിന്റ് ലൈമാ? മിന്റ് ജ്യൂസാ? ഇത് വെട്ടിയതാണ്. ഇനി എന്റെ ഇതാണ് മാംഗോ ജ്യൂസ് അല്ലേ? അല്ലേ? ആ ആയിക്കോട്ടെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എന്റെ മോളെ പച്ച റെഡ്. അങ്ങനെ ഇത് റെഡ്. അങ്ങനെ ഐഷു അതിസാഹസികമായി മാർക്ക് സിമ്പിളാ. അതിസാഹസികമായി ഒന്ന് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട ലേസ് നീല ബ്ലൂ ആയിരുന്നു. അപ്പം നീല. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യന്
റൈസ് ഐറ്റം. ഇത് കറക്റ്റ് ആണ്. മന്തിക്ക് മാത്രമൊക്കെ എഴുതാൻ അറിയൂ. അതിനെ കൊണ്ട് ഓള് മന്തിയൊക്കെ വലിയ ഇഷ്ടമല്ല. അതിനോട് കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ഏതാണെന്ന്. ഓക്കെ 7up ആണ് ഇഷ്ടം. അപ്പൊ അതാണ് സെനപ്പ് നോള് കഷ്ടപ്പെട്ട് സെനപ്പ് നോള് കഷ്ടപ്പെട്ട് എഴുതിക്കണ്. ഐഷു മറിയല്ലോ കറക്റ്റ് എഴുതിയതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് ഈവനിങ് സ്നാക്ക് ഒക്കെ ഏറ്റവും ഇഷ്ടം. എനിക്ക് എന്തായാലും ഇഷ്ടം പഫ്സ്. പഫ്സ് ആണോ ഏറ്റവും ഇഷ്ടം? പഫ്സ് കറക്റ്റ് ആണോ എഴുതിയത്? കറക്റ്റ് അല്ലേ? ഇതാണോ അതിന്റെ മോളത്തെ പഫ്സും അടിയത്തെ പിസ്സ. ചിക്കൻ പസ്സ അതുകൂടി എഴുതാനേ നന്നായി. ഇനി അടുത്തത് ബർഗറോ പിസ്സ ചോദിച്ചാലോള് പിസ്സ നമുക്ക് വേണ്ട ഒരു 1.5 മാർക്ക് കൊടുക്കാം. ഇവിടെ ഇനി ഏതൊക്കെ കറക്റ്റ് ആക്കിയെങ്കിൽ ഞാൻ കറക്റ്റ് 1 by 1 പറഞ്ഞുതരാം. ചോക്ലേറ്റ് ഏതാണെന്ന് അല്ല ബാക്കിയൊക്കെ ശരിയാ? അടക്ക് ഞാൻ അടക്ക് നിക്കൊന്ന്. അപ്പൊ ലവ് ഉള്ള ചോക്ലേറ്റ് ഇഷ്ടം ഡയറി മിൽക്കിന്റെ. അപ്പൊ വായിക്കാണ് ലവ് ചിക്കിലച്ചം. ചോക്ലേറ്റ് ഞങ്ങൾ പുതിയ പേരിറക്കിന് ചിക്കിലച്ചം. അടുത്തത് ബ്രോസ്റ്റ് ആണോ അൽഫാം ആണോ വേണ്ടിയെന്ന്. അത് ഓക്കെ ഇതാൻ അറിയായിട്ട് ഓള് ഓൾക്കാകെ എഴുതാൻ അറിയുന്നത് മലാന്ന് എഴുതി. പക്ഷെ അത് മമാന്നാണ് ഓള് എഴുതിയത്. പിന്നെ ഐസ്ക്രീം ഒക്കെ പിസ്ത കേട്ടോ ഏറ്റവും ഇഷ്ടം. പിത്ത. ഫേവറേറ്റ് ജ്യൂസ് മിന്റ് ലൈം ആണോ ഇഷ്ടം. അപ്പോൾ മിന്റ് ജ്യൂസ് എന്നാണ് എഴുതിയത്. അത് ശരി മിഡ് ജ്യൂസി. ഇതത് ശോഭാസ് ഏത് കളർ ഏറ്റവും ഇഷ്ടം എന്നാ ചോദിച്ചത്. അത് മാത്രമുള്ള ശരിയാക്കിയിരിക്കുന്നത് ഗായ്സ്. പച്ച കറക്റ്റ്. അതിനോട് എനിക്ക് ശോഭാസം കിട്ടും. പിന്നെ ഏതായാലും പിന്നെ കുറച്ച് പകുതി ശരിയാക്കിയ പിസന്റെ ഒരു കഷ്ണവും തരാം. പിന്നെ നീല ലൈസിന്റെ ഒരു കഷ്ണവും തരാം. ഈ 10 എണ്ണമാണെന്നൊക്കെ ഇത് 1 വാങ്ങി തരാം. പകുതി റെഡിയാക്കിയതിനോണ്ട്. ഓക്കെ അങ്ങനെ എൻ്റെ സെഷൻ കഴിഞ്ഞ് എൻ്റെ മാർക്ക് പിടിച്ച് നിൽക്ക്. എൻ്റെ മാർക്ക് ലിസ്റ്റ് പിടിച്ച് നിൽക്ക്. ഓക്കെ 1.5 മാർക്കോട് കൂടി ഐഷു വമ്പിച്ച വിജയമാണോ നോക്കുന്നതിന് മുന്നേ നമുക്ക് മറിയൻ്റെ മാർക്കും കൂടി ഒന്ന് വിലയിരുത്താം. ഓക്കെ എന്നാ നിൽക്ക്. ബ്രോസ്റ്റ് ആണോ അൽഫാം ആണോ ഇഷ്ടം ചോദിച്ചാല് ബ്രോസ്റ്റഡ്. ഇനി വേണമെങ്കിൽ 1.5 മാർക്ക് തരാം. ഇതാരാ സ്വന്തം ശരിയൊക്കെ ബ്രോസ്റ്റഡ് ഒരു 1/2 മാർക്ക് ഉണ്ട് കേട്ടോ. ബ്രോസ്റ്റഡിന് ഒരു ചെറിയൊരു സ്പെല്ലിങ്ങിന്റെ തെറ്റുള്ളതുകൊണ്ടാണ് കേട്ടോ. ശോഭാസ് ഏത് കളറാണ് ഇഷ്ടം ചോദിച്ചതിന് റെഡ് 1 മാർക്ക് ഫുള്ള് കിട്ടിക്കണേ. ഓക്കെ ഇനി പബ്സ് അല്ല എനിക്ക് ഇഷ്ടം പറഞ്ഞേ. ഇത് പബ്സ് ആട്ടോ. ഇത് PPS പബ്സ്. അതിന് മാർക്ക് ഉണ്ടോ? എനിക്കെന്താ തോന്നുന്നേ അതിന് മാർക്ക് ഇല്ല. എന്നാല് പപ്പസ് എന്ന് പറഞ്ഞിട്ട് കായല മാർക്ക് ഇല്ല. തെറ്റാ. ഇപ്പഴാ പപ്സ് യു വേണ്ടി നോക്ക്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. സാരല്ല കേട്ടോ. ഇനി അടുത്തത് ഡ്രിങ്ക് ഒക്കെ ഇഷ്ടം മൗണ്ടൻ ഡ്യൂ. ആദ്യം മണ്ടൻ ഡിയൂന് പിന്നെ മണ്ടൻ DH. മണ്ടൻ ഡ്യൂ ആരാ മണ്ടൻ ആരാ മനസ്സിലായില്ല. അതാരാ മണ്ടൻ ഇരിക്കുന്ന ഫുള്ള് മായി കുത്തിരിക്ക. ഇനി അടുത്തത് എനിക്ക് ഹാർട്ടുള്ള ലൈന ഇഷ്ടം. ഹാർട്ടുള്ള ചോക്ലേറ്റ് ഹാർട്ട് ഹിക്ലേറ്റ്
ഹാർട്ട് അതല്ല ചോക്ലേറ്റ്. ഹാർട്ട് ചോക്ലേറ്റ് ആണിത്. ഈ നേരം ഒരു ഗാ മാർക്കുമാണ് തരാം. ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. ഹാർട്ടിന് വലിയ കംപ്ലൈന്റുകളൊന്നും എന്റെ ഹാർട്ടിന് വലിയ കംപ്ലൈന്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ വാങ്ങി തരൂലെന്നറിയാം. പോടി തെറ്റായവനെങ്ങനെ വാങ്ങി തരാറ്റിയാ. ഓക്കെ മാംഗോ ഐസ്ക്രീം ആണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഓൾ മാംഗോ നിന്നെ കറക്റ്റ് ആയിട്ട് മാംഗോ ശരിയിട്ടതാ ഇത്. ഇതിങ്ങി മാംഗോ ശരിയിട്ടാ. ഇതെല്ലോ ശരിയാണെന്ന് എനിക്കാരാ പറഞ്ഞ. ഇതൊക്കെ പപ്സൊക്കെ സ്വന്തം മണ്ടൻ്റെ ശരിട്ടിക്ക്. ഹാർട്ട് ശരിട്ടിക്കണ്, മാംഗോ ശരിട്ടിക്ക്, റെഡ് ശരിട്ടിക്കണ്. ഈ റെഡാ ശരിട്ടോ, മോളത്തെ റെഡ്. മോളത്തെ റെഡ് മോളത്തെ റെഡാണ് ശരി. ഇത് ആ അടുത്ത ക്വസ്റ്റ്യന് എനിക്ക് എന്തായാലും ഇഷ്ടമെന്നല്ലേ തിന്നാന്. മന്തിയാണോ എന്താണെന്ന്. ഇതാ മന്ത് ഓക്ക് മന്താണ് ഇഷ്ടം. ആ മന്തി 1 ഫുള്ള് എന്നാട്ടോ അത് ഉദ്ദേശിച്ചത്. മന്തി 1 ആണ് ഓക്ക് ഇഷ്ടം. മന്തി ഒരു ഫുള്ളിങ്ങി തിന്നാനാകുമോ? ഒരു ഫുള്ളൊക്കെ എനിക്ക് തിന്നാനാകും മന്തി. ഈ ഐഷുക്ക അല്ലെ വലിയ ഐഷുക്കോ? വലിയ ഐഷുക്ക് ഹാഫ് കൊടുക്കും. ഹാഫ് ഇനി ഓക്കെ ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ് അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസ് മാംഗോ ജ്യൂസ് അല്ലേ ഇഷ്ടം? അപ്പം മാംഗോ ഗോസ് ആണോ ഏറ്റവും മാംഗോ ജ്യൂസ് ആണോ ഏറ്റവും ഇഷ്ടം അല്ലേ? അതോടുകൂടി നമ്മളെ ക്വസ്റ്റ്യൻ ഏറ്റവും ഇഷ്ടമുള്ള ലൈസ് പറഞ്ഞില്ല. അതോളം ആദ്യം ബ്ലാക്ക് ലൈസ് ആണ്. ഇതെന്തെങ്കിലും ശരിയിടാന് ബ്ലാക്ക് എന്നായി ശരിയിടാന്. ഇതാ ബ്ലാക്ക് ആദ്യം എഴുതി വെച്ചില്ലേ? ബ്ലാക്ക് പൊട്ടത്തിയേ പിങ്കിൽ എഴുതിയ ബ്ലാക്ക്. ഓക്കെ ഏറ്റവും ഇഷ്ടം ബ്ലാക്ക് പാർലൈസ് ആണ് കേട്ടോ. അപ്പൊ ബ്ലാക്കിന് നമുക്കൊരു 1/2 മാർക്ക് തരാം കേട്ടോ. മൊത്തം എത്ര മാർക്ക് ഉണ്ടെന്ന് കൂട്ടി നോക്കട്ടെ. എന്റെ മോളെ 3 മാർക്ക് 10-ല്. ഐശുവിനെക്കാടി ഫസ്റ്റ് എനിക്ക്. അപ്പൊ എനിക്ക് 3 സാധനം കിട്ടും. ഐശുവിന് എത്ര സാധനം? 1.